നമസ്കാരം. കേരള രാഷ്ട്രീയത്തിൽ കുറച്ച് ദിവസങ്ങളായി എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന നിലമ്പൂർ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വരുമ്പോൾ ശ്രീ ആര്യാടൻ ഷൗക്കത്ത് 11,000 മേലെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് വിജയിച്ചിരിക്കുന്നു. സ്ഥാനാർത്ഥികൾക്ക് ഇപ്രാവശ്യം കിട്ടിയ വോട്ടുകളുടെ നിലവാരം നോക്കുമ്പോൾ ശ്രീ ഷൗക്കത്തിന് 77,737 വോട്ട്, അതായത് 44.44% വോട്ടുകളും, ശ്രീ സ്വരാജിന് 66,660 വോട്ടുകളും, ശ്രീ പി വി അൻവറിന് 19,760 വോട്ടുകളും ലഭിച്ചിട്ടുണ്ട്. ഇതിൽ അൻവറിന് കിട്ടിയിരിക്കുന്ന 19,000-ൽ പരം വോട്ടുകൾ മൊത്തം വോട്ടേഴ്സിൻ്റെ, അതായത് 1,74,913 വോട്ടുകൾ ഇപ്രാവശ്യം പോൾ ചെയ്തതിൽ അതിൻ്റെ 11% വരും. 11.30% വോട്ടുകളാണ് അൻവർ ഇപ്രാവശ്യം പിടിച്ചിരിക്കുന്നത്. പി വി അൻവറിന് 77,858 വോട്ടുകളാണ് 2016 ആദ്യ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ലഭിച്ചത്. പി വി അൻവറിന് 2021 തിരഞ്ഞെടുപ്പിൽ 81,227 വോട്ടുകൾ ലഭിച്ചിരുന്നു. അവിടെ നിന്നാണ് പി വി അൻവർ നേരെ താഴോട്ട് ഒറ്റയ്ക്ക് നിന്ന് 19,760 വോട്ടുകളുടെ നിലയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. 2011 മുതലുള്ള തിരഞ്ഞെടുപ്പുകളിൽ, കഴിഞ്ഞ 4 തിരഞ്ഞെടുപ്പുകളിൽ, നിയമസഭാ ഇലക്ഷനിൽ നിലമ്പൂരിൽ ഭൂരിപക്ഷങ്ങൾ എങ്ങനെ മാറി മറിഞ്ഞു എന്നുള്ളത് ഒരുപക്ഷെ നോക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്രാവശ്യം ഷൗക്കത്ത് നേടിയിരിക്കുന്ന 11,000-ന് മേലെയുള്ള ഭൂരിപക്ഷം വിത്ത് കമ്പയർ ടു 2011 ആര്യാടൻ മുഹമ്മദ് അവസാനമായി മത്സരിക്കുമ്പോൾ 5,598 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് ആര്യാടന് ലഭിച്ചത്. അവിടുന്ന് പി വി അൻവർ 2016 ആര്യാടൻ ഷൗക്കത്തിനെ തന്നെ പരാജയപ്പെടുത്തി വിജയം നേടുമ്പോൾ ഭൂരിപക്ഷം 11,508 ഓർക്കുക, ഇപ്രാവശ്യം ഷൗക്കത്ത് നേടിയിരിക്കുന്ന 11,077 വോട്ടിനോട് സമാനമായൊരു ഭൂരിപക്ഷമാണ് ഷൗക്കത്തിനെ ആദ്യം അൻവർ പരാജയപ്പെടുത്തുമ്പോൾ അൻവറിന് ലഭിച്ചിരുന്നത്. അതായത് മധുരമുള്ളൊരു പ്രതികാരമാണ് ഭൂരിപക്ഷത്തിൻ്റെ കാര്യത്തിൽ. ആര്യാടൻ ഷൗക്കത്ത് അൻവർ നേടിയ കഴിഞ്ഞ പ്രാവശ്യത്തെ 2,700 വോട്ടിന് മേലെ ഇപ്രാവശ്യം 11,077 വോട്ടുകൾ ഭൂരിപക്ഷം നേടുമ്പോൾ യഥാർത്ഥത്തിൽ ആര്യാടൻ ഷൗക്കത്ത് ഒരു തിരഞ്ഞെടുപ്പിനിടയിൽ LDF-ൽ നിന്നും മൊത്തം 13,777 വോട്ടുകൾ പിടിച്ചെടുക്കുകയായിരുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ ശ്രീ മോഹൻ ജോർജ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ NDA പിടിച്ച വോട്ട് ശതമാനത്തിൻ്റെ സമാനമായ രീതിയിൽ 4.91% വോട്ടുകൾ നേടി ഒരുപക്ഷെ പാർട്ടിക്ക് വലിയ കുഴപ്പങ്ങളുണ്ടാകാതെ കാത്തുരക്ഷിക്കാൻ കഴിഞ്ഞു. പിണറായി സത്തിനെതിരായിട്ടായിരുന്നു 2 പ്രമുഖ സ്ഥാനാർത്ഥികളും ഈ പ്രാവശ്യം മത്സരിച്ചത്. ശ്രീ ഷൗക്കത്ത് UDF-ൻ്റെ സ്ഥാനാർത്ഥിയായി പിണറായിക്ക് രാഷ്ട്രീയമായി നേരിട്ട് എതിരാളിയായും, പിണറായിയുമായി പിണങ്ങി പിരിഞ്ഞ ശ്രീ പി വി അൻവർ പ്രാവശ്യം പിണറായി സത്തിൻ്റെ കൊള്ളരായ്മകളെ തുറന്നു കാട്ടാനെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അദ്ദേഹം തിരഞ്ഞെടുപ്പ് രംഗത്ത് വന്നത്. ഈ സാഹചര്യത്തിൽ പി വി അൻവർ നിലമ്പൂർ മണ്ഡലത്തിൽ ഒറ്റയ്ക്ക് നിന്ന് 19,000 വോട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മുഖ്യ കാരണം പി വി അൻവർ പിണറായിയെ എതിർത്ത് പുറത്തു വന്നതിൻ്റെ സഹതാപ തരംഗമാകാമെന്ന് ഒരു വിഭാഗം വിലയിരുത്തുന്നുണ്ട്. പക്ഷേ 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പി വി അൻവറിന് ഇന്ന് പറയുന്ന രീതിയിലുള്ള ബാർഗെയിൻസ്, അദ്ദേഹം പറഞ്ഞതുപോലെ പല മണ്ഡലങ്ങളെടുത്ത് തിരഞ്ഞെടുപ്പിൽ കിട്ടുക, അല്ലെങ്കിൽ ആഭ്യന്തര മന്ത്രിസ്ഥാനം കിട്ടുക, വനംവകുപ്പ് മന്ത്രിസ്ഥാനം കിട്ടുക, അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുള്ള അവകാശമോ അംഗീകാരമോ ഒരുപക്ഷെ UDF-ൻ്റെ മുന്നിൽ പി വി അൻവറിന് ലഭിക്കണമെന്നില്ല. UDF എല്ലാ പഞ്ചായത്തുകളിലും നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലും പൂർണ്ണമായും വിജയിച്ചല്ല, ഒരു സമ്പൂർണ്ണമായ ഒരു തിരഞ്ഞെടുപ്പ് വിജയമല്ല ഇപ്രാവശ്യം നേടിയിരിക്കുന്നത്. 2 പഞ്ചായത്തുകൾ UDF-ന് ഇപ്രാവശ്യം കൈവിട്ടുപോയി. ചോദ്യം എങ്ങനെ ഉയരുന്നുണ്ടല്ലോ, നമുക്ക് LDF സർക്കാരിൻ്റെ 4ാം വർഷത്തിൽ സർക്കാരിൻ്റെ വിലയിരുത്തൽ തീർച്ചയായിട്ടും ആകണം ഈ തിരഞ്ഞെടുപ്പ് എന്ന് മുഖ്യമന്ത്രി തന്നെ പറയുമ്പോൾ, സ്ഥാനാർത്ഥി ശ്രീ M സ്വരാജ് ഇത് മണ്ഡലത്തിലുടനീളം ജനങ്ങളുടെ മുമ്പിൽ മാധ്യമങ്ങളെയും അഭിമുഖീകരിച്ച് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ, പിണറായി വിജയൻ ഒരുപക്ഷെ വോട്ടെടുപ്പിന് ശേഷം നടത്തിയ പ്രസ്താവന UDF-ന് പൊതുവെ മുൻതൂക്കമുള്ള ഒരു മണ്ഡലമാണ് നിലമ്പൂരെന്നും അവിടെ UDF-നുണ്ടാകുന്നൊരു വിജയം അത്രയ്ക്ക് അത്ഭുതകരമായി നോക്കേണ്ട കാര്യമില്ലെന്നും, അതുപോലെ തന്നെ LDF സർക്കാരിൻ്റെ വിലയിരുത്തൽ മാത്രമായിരിക്കണം ഇത് എന്ന് കരുതേണ്ട ആവശ്യമില്ലെന്നുമാണ്. നിലമ്പൂർ മണ്ഡലത്തെക്കുറിച്ച് വളരെ ക്ലോസ് ആയി ഒബ്സർവ് ചെയ്യുമ്പോൾ കാണാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നിലമ്പൂർ വളരെ ശക്തമായൊരു മത്സരമായിരുന്നു എന്നുള്ളതാണ്. രണ്ടാമത് BJP അപ്രസക്തമായ ഒരു പ്രകടനം കാഴ്ചവെച്ചു എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തീർച്ചയായിട്ടും അൻവർ 19,000-ലധികം വോട്ടുകൾ പിടിച്ചുകൊണ്ട് തന്നെ ശക്തി ക്ഷയിച്ചിട്ടില്ല എന്ന് പ്രകടിപ്പിക്കുന്നു തൽക്കാലം ഈ തിരഞ്ഞെടുപ്പിലെങ്കിലും എന്നുള്ളതാണ് മറ്റൊരു പ്രധാന കാര്യം. വരും ദിവസങ്ങളിൽ ഇലക്ഷനുകൾ ഒരുപാട് വരുന്നുണ്ട്. കേരളത്തിലുടനീളം പഞ്ചായത്ത് ഇലക്ഷൻ ഈ വർഷത്തിൻ്റെ അവസാനത്തിലുണ്ടാകും. അതുപോലെ തന്നെ അടുത്ത വർഷത്തിൻ്റെ പകുതിയിൽ മെയ് മാസത്തിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ 2026 സംസ്ഥാനത്തിൻ്റെ പുതിയ ഭരണകൂടത്തെ തിരഞ്ഞെടുക്കാനുള്ള പുതിയൊരു തിരഞ്ഞെടുപ്പ് കൂടിയുണ്ടാകും. ഈ തിരഞ്ഞെടുപ്പുകളിലൊക്കെ
എത്തരത്തിലുള്ള പ്രകടനങ്ങൾ LDFും UDFും ഉണ്ടാകും, ജനമനസ്ഥിതി എങ്ങനെയാണ്, വോട്ടുകൾ എങ്ങോട്ട് മാറും, എന്തൊക്കെ ഘടകങ്ങളാണ് ഒരുപക്ഷെ നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ സ്വാധീനിച്ചത്, അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുമോ എന്നുള്ള ചോദ്യങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ മുന്നിലുണ്ട്. ഈ ചോദ്യങ്ങൾ വരുന്ന ദിവസങ്ങളിൽ പടിപടിയായി ഉത്തരം പറഞ്ഞുകൊണ്ടേയിരിക്കും ജനം. അങ്ങനെ വലിയൊരു തിരഞ്ഞെടുപ്പ് മുന്നിൽ കാണുമ്പോൾ 2026 തിരഞ്ഞെടുപ്പിൻ്റെ സെമി ഫൈനലോ ക്വാർട്ടർ ഫൈനലോ ആയി ഇതിനെ ചിത്രീകരിക്കാൻ കഴിയും. കോൺഗ്രസ് വലിയ പ്രതീക്ഷയിലാണ്. 3ാം പ്രാവശ്യം വീണ്ടും ഭരണത്തിൽ വരുമെന്ന് പിണറായി വിജയനും.